രാഷ്ട്രീയമായൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഗുജറാത്ത് അഹമ്മദാബാദിൽ നിന്ന് ആണ് BJP തുടങ്ങുന്നത് ഗുജറാത്തിൻ്റെ ഭരണത്തിലേക്ക് എന്ന് പറയുന്ന പോലെ തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിൻ്റെ ഒരു ഭരണ സംവിധാനത്തിലേക്ക് വരും എന്നൊരു പേടി എതിർ രാഷ്ട്രീയ കക്ഷികൾക്കുണ്ടോ? അവർ രാവും പകലും ആ പേടിയിലാണ് കഴിയുന്നത്. അതുകൊണ്ടാണ് ഓരോ നിയമനം സംഗതിയൊക്കെ കണ്ടില്ലേ, ഇവൻ സംഘപരിവാർ, അവൻ സംഘപരിവാർ. ശേഷാദ്രിനാഥൻ RSS ബന്ധമുണ്ട്, വൈസ് ചാൻസലർ RSS ബന്ധം, ഒരു ലെൻസുമായിട്ടിങ്ങനെ നടക്കുകയാണ്. രാത്രി ഉറക്കമില്ല. കാരണം ഏത് നിമിഷവും തങ്ങൾ അട്ടിമറിക്കപ്പെടും എന്നുള്ള ഭയം. അത് കോൺഗ്രസിനെയും UDFനെയും LDFനെയും അത് പിടികൂടിയിട്ടുണ്ട്. അത് പിടികൂടാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അറിയാമോ? മുസ്ലിം ലീഗ്. അതെ, ഞാനിത് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കില്ല. ഈ ലൈഫ് മിഷൻ പദ്ധതി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അത് പൊളിഞ്ഞു പോയില്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഇതാണ്. അതിലൊരു സിമ്പൽ വയ്ക്കണം, അത് വെക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നു. KM ഷാജി പറഞ്ഞു അത് വെച്ചോളാം. അപ്പോൾ ഇന്നലെ ബഹളം അതിൻ്റെ ആയിരുന്നു. ഷാജി വയ്ക്കാൻ പറഞ്ഞു. ഇന്ന് വീണ്ടും ഈ പ്രശ്നം ഷാജിയുടെ മുമ്പിൽ മാധ്യമങ്ങൾ ചെയ്തപ്പോൾ ഷാജി ചോദിച്ചു, അവിടെ ഈ അടയാളം വെച്ചിരുന്നു? അത് മോദിയുടെ ഫോട്ടോ അല്ല, പിണറായി വിജയൻ്റെ അല്ല, VD സതീശൻ്റെ അല്ല, KM ഷാജി എന്ന എൻ്റെയുമല്ല, അതൊരു സിമ്പലാണ്. അതവിടെ ഉണ്ടായിരുന്നോ? അല്ല, അത് ലോണിൻ്റെ ഗഡു കിട്ടാനായിട്ട്, അപ്രൂവൽ കിട്ടാനായിട്ട് അത് വെച്ചിരുന്നു, അത് കഴിഞ്ഞത് മാറ്റി. അപ്പോൾ KM ഷാജി ചോദിക്കുകയാണ്, അതൊരു കള്ളത്തരമല്ലേ? നിങ്ങൾ അപ്രൂവൽ കിട്ടാനൊരു സാധനം വയ്ക്കുക, അപ്രൂവൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ അയാൾ പോയി കഴിയുമ്പോൾ ഈ സാധനം എടുത്ത് മാറ്റുക. ഇതൊക്കെ ഒരു വ്യക്തികളൊക്കെ ഇത് തട്ടിപ്പ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാം. ഒരു ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഈ തട്ടിപ്പ് ചെയ്യാമെന്നാണ് KM ഷാജി ചോദിക്കുന്നത്. അപ്പോൾ KM ഷാജിക്ക് പേടിയില്ല. കേന്ദ്ര സർക്കാർ പറഞ്ഞ് ഈ സിമ്പൽ വയ്ക്കാൻ KM ഷാജിക്ക് പേടിയില്ല. അതുപോലെയാണ് നിയമനത്തിൻ്റെ കാര്യത്തിലും KM ഷാജി പറഞ്ഞു, എനിക്കറിയാം RSS ബന്ധവും സംഗതിയൊക്കെ ഞാനൊക്കെ പരിശോധിച്ചിട്ടുണ്ട്, ഞാനാണ് ആ പേര് കൊടുത്തത്. ആത്മവിശ്വാസത്തോടെ പറയുന്നു. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് കുറേ കൂടെ റിയലിസ്റ്റിക്കായിട്ട് പെരുമാറുന്നു. അവർക്ക് അവരുടെ സീറ്റുകൾക്കോ സംഗതിക്കോ പേടിയില്ല എന്ന് അവർക്കറിയാം. ഈവൻ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ പോലും മുസ്ലിം ലീഗ് എടുത്ത നിലപാടെന്താ? വെറുതെ ട്രിവിയൽ ഇഷ്യൂസിൽ തർക്കിക്കാൻ പോകണ്ടെന്ന്. അത് സതീശനങ്ങ് ചെയ്തു, സതീശൻ ചെയ്തോട്ടെ. ഇപ്പോൾ ഏതായാലും കുറേ മദ്യം ഇവിടെ കുടിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഇച്ചിരി വീര്യം കുറഞ്ഞും കൂടെ അകത്താക്കി ആകാശമൊന്നും ഇടിഞ്ഞു വീഴാനില്ല. ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു വിവാദമാണത്. ഒരു വിവാദത്തിനൊരു വെയിറ്റ് വേണ്ടേ, അതില്ലാത്തതാണ്. അങ്ങനെ നിലപാടെടുത്താണ് ഇവർ നിൽക്കുന്നത്, UDF ലീഗ് നിൽക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം പരിഭ്രാന്തരാണ്. ഒരുപക്ഷെ ലീഗിന് ഒരു കാര്യം തീർച്ചയായി കാണും, ഭാവി സംഘപരിവാറിൻ്റെയാണ്. ഇപ്പോൾ കത്തോലിക്ക സഭ ചെയ്ത പോലെ കൂടുതൽ അവരുമായിട്ട് ഇടയാൻ പോകണ്ട. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവർ അധികാരത്തിൽ വരും, അപ്പോഴും ഇവിടെ ജീവിക്കാനുള്ളതാണ്. നാളെ നമ്മൾ കാണണ്ടേ, ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിക്കുമല്ലോ. അതുപോലെ ലീഗ് ഒരല്പം മയത്തിലൊക്കെ പോയാൽ മതി, ഏതായാലും അവരുടെ കയ്യിലേക്ക് പോകും ഈ സാധനം. അപ്പോൾ അങ്ങനത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥയാണ് കേരളത്തിൽ. അതിന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് VV രാജേഷിന് തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റ്.